ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് BTCയുടെ നമ്മൾ അനാലിസിസ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഡെയിലി ടൈമിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. സോ അത് ക്ലോസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു എൻ്റെ അനാലിസിസും പിന്നെ വെസറെക്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം നമ്മൾ വെസറെക്സിൻ്റെ ഫണ്ട് തിരിച്ചിട്ടുമോ എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഇട്ടപ്പം പോളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ അതിനകത്ത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എങ്ങനെ, എൻ്റെ ഫണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാന്നൊക്കെ. സോ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ക്ലാരിറ്റിയും കൂടി ഈ ഒരു വീഡിയോയിൽ തരുന്നുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ BTC ചാർട്ടാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബുള്ളിഷാണ്, BTC ബുള്ളിഷാണ്. ഇതാണ് അതിൻ്റെ ഡിമാൻഡ് സോൺ. സോ ഇത് ഹാഫ്ലി മിറ്റിഗേറ്റഡ് പോലും അല്ല. സോ ഇവിടെ വന്ന് മിറ്റിഗേറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്ക് വന്നു, അതും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി. ഇപ്പം നമ്മുടെ വീഡിയോ സീരീസ് കണ്ട ആൾക്കാരാണെങ്കിൽ ഈ ഒരു വിക്ക് വന്ന് എന്തിനാന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകും. ബിക്കോസ് ഇത്രയും താഴെയുള്ള ഓർഡേഴ്സ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൊരു വിക്കാണ്. സോ ഹോപ്പ്ഫുള്ളി ഇത് ഈ ഒരു സോണിലൂടെ ബോഡി ബ്രേക്ക് ആവാത്തതുകൊണ്ട്, ഒരു ക്യാൻഡലിൻ്റെ ബോഡി ക്ലോസ് ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പോഴും ബുള്ളിഷാണ്. സോ മേ ബി ഇവിടുന്ന് ഒരു ചെറിയ കറക്ഷൻ എടുത്ത് വീണ്ടും ഇനി ഒരു കറക്ഷൻ കഴിഞ്ഞ് ഇനി മേലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അൺടിൽ ആൻഡ് അൺലെസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ബ്രേക്കോട് കൂടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 42 അല്ലെങ്കിൽ 38,000 എന്നുള്ള റേഞ്ചിലേക്ക് വീണ്ടും മാർക്കറ്റ് കൂപ്പുകുത്താനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഏകദേശം 1.7 ട്രില്യണോളം സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ എല്ലാം കൂടി അത്രയും വലിയ രീതിയിൽ ലിക്വിഡേഷൻ ഉണ്ടായിരിക്കണം. ക്രിപ്റ്റോ മാത്രം 1 ബില്യണോളം ലിക്വിഡേഷൻ ഉണ്ടായെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ SMC അനാലിസിസ് പരം. പിന്നെ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ യൂഷ്വലി പാറ്റേൺസ് ഒക്കെ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് മാർക്കറ്റ് തട്ടി റീബൗണ്ട് ചെയ്തു, വീണ്ടും പോയി, വീണ്ടും വന്ന് അടുത്ത് വന്ന് ഇത് ബ്രേക്ക് ചെയ്യില്ല, ഇവിടെ തട്ടി വീണ്ടും മേലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇങ്ങനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ഇങ്ങനെ സാധനം ഉണ്ട്. അപ്പോൾ ഇവിടെ തട്ടി മേ ബി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 70,000 വീണ്ടും പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 100K എന്നുള്ള സംഭവങ്ങളൊക്കെ സ്വപ്നങ്ങളൊക്കെ വീണ്ടും കണ്ടു തുടങ്ങാം. സോ അതാണ് BTCയെ കുറിച്ചുള്ള എൻ്റെ അനാലിസിസ്. ഇനി വെസറെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, വെസറെക്സിൻ്റെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പോളിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. സോ പോൾ നമ്മൾ പറഞ്ഞ പോലെ പോൾ A എന്ന് പറഞ്ഞാൽ 55% നമ്മുടെ ഫണ്ട്, പോൾ A ആണെങ്കിലും B ആണെങ്കിലും 55% നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, 45% ലോക്ക്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. പോൾ Aയിൽ 55% ഫണ്ട് വിഡ്രോ ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കിടക്കാം. ബാക്കിയുള്ള ഫണ്ട് റിക്കവർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി ബേസിൽ മറ്റുള്ള ഫണ്ട്സ് എല്ലാം അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായിരുന്നു പോൾ A എന്ന് പറയുന്നത്. പോൾ B എന്ന് പറയുന്നത് നിങ്ങൾക്ക് 55% ഉണ്ട്, അത് നിങ്ങൾക്ക് ക്രിപ്റ്റോ വിഡ്രോയിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, സെല്ല് ചെയ്ത് വിഡ്രോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള ഫണ്ട് ഹാക്ക് ചെയ്ത ഫണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു സംഭവം, അതായത് മൊത്തത്തിൽ മെല്ലെ കിട്ടുള്ളൂ. ഈ ഫസ്റ്റ് A എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ആൾക്കാരെ കഴിഞ്ഞിട്ടായിരിക്കും B എന്നുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ. സോ അങ്ങനെയാണ് പോൾ എന്ന് പറഞ്ഞത്. ഇപ്പം കുറേ ആൾക്കാരുടെ ഡൗട്ട് ഞാൻ ഒന്നിലും ചെയ്തില്ലെങ്കിൽ എന്താണെന്നാണ്. ഒന്നിലും ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല. ബിക്കോസ് ആ ഒരു പോൾ ആദ്യം ഇറക്കിയപ്പോൾ തന്നെ എൻ്റയർ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി, ഇന്ത്യൻ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയും വലിയ വലിയ ഫൗണ്ടേഴ്സും എല്ലാവരും അതിന് എഗെയിൻസ്റ്റ് ആയി പറഞ്ഞു. കാരണം അത് യൂസേഴ്സിന് അല്ലെങ്കിലേ ഫണ്ടൊക്കെ പോയിരിക്കുന്ന യൂസേഴ്സിനെതിരെ ചതിക്കുന്ന പോലത്തെ ഒരു ഇതാണ് വേണ്ടത്. അങ്ങനെ ഭയങ്കരമായിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ആൾക്കാരും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിശ്ചൽ ഷെട്ടി, വെസറെക്സിൻ്റെ സോ കോൾഡ് ഫൗണ്ടർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ ഞാൻ അതൊരു സെലക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ട് പോൾ ഹാസ് എൻഡഡ്. പോൾ August 3 വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ പോൾ കഴിഞ്ഞ് അപ്പോൾ ഈ എന്തൊക്കെയാണ് ആൾക്കാരുടെ വോട്ട് എന്തൊക്കെയാണ് റിസീവ് ചെയ്തേക്കണേന്ന് പറയട്ടെ, അതിനനുസരിച്ച് ഞങ്ങൾ ഡാറ്റ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇവരൊരു ഫീഡ്ബാക്ക് ഫോം റിലീസ് ചെയ്യും, അതിലും കുറേ ആൾക്കാരുടെ കമൻസ് ഒക്കെ വരും. അതിനുശേഷമായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു. പോൾ ഹാസ് എൻഡഡ്. However, it is important to note that we had already announced this poll as one of the methods to better understand our users' preference. നമ്മളെ യൂസേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നടത്തിയ ഒരു പോളാണ്. അല്ലാണ്ട് അത് വെച്ചൊരു ഫൈനൽ ഡിസിഷൻ ഞങ്ങൾ എടുക്കില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫണ്ടാണ്. സോ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ എടുക്കാം. അപ്പം യൂഷ്വലി ഒരു A B എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ A ആണ് സെലക്ട് ചെയ്യുന്നതിൽ ഒബ്വിയസ്ലി B എന്നുള്ളത് കളയും. അതുപോലെ B ആണ് സെലക്ട് ചെയ്യുന്നതിൽ A എന്നുള്ള ഓപ്ഷൻ കൺസിഡർ ചെയ്യില്ല. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണേ, നമുക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടി ചിലപ്പോൾ ഇഷ്ടമുള്ള പാർട്ടി ഉണ്ടാവും. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഏതിലൊരു തീരുമാനം എടുക്കും. മേ ബി നമ്മളത് ഉൾക്കൊള്ളാൻ റെഡി ആവണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട തീരുമാനം, നിങ്ങൾക്ക് വേണ്ട പാർട്ടി ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യണം. സോ അതുപോലെ നിങ്ങൾക്ക് ഏത് തീരുമാനമാണോ ബെറ്റർ തോന്നുന്നത് നിങ്ങൾ അതിലേക്ക് വോട്ട് ചെയ്യണം. അതാണ് നിങ്ങളുടെ ഓപ്ഷൻ. കാരണം നിങ്ങളുടെ ഫണ്ടാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്. കാരണം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ കുറേ ആൾക്കാർ വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്ഷൻ ആയിരിക്കും ആദ്യം വരുന്നുണ്ടാവുക. നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വോട്ടിനെണ്ണം കുറയുള്ളൂ. ആ ഒരു പോളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്കുള്ള വോട്ടിനെണ്ണം കുറേ ഉണ്ടാവുള്ളൂ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഫീഡ്ബാക്ക് ഫോം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരും, ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഫീഡ്ബാക്ക് ഫോം സെറ്റാക്കിയിട്ടുണ്ട്. വി ഹാവ് ബിൻ റീച്ചിങ് ഔട്ട് മൾട്ടിപ്പിൾ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്. കാരണം കുറേ പാർട്ട്നേഴ്സിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഫണ്ട് എന്തൊക്കെയാണ് പരിപാടി ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫീഡ്ബാക്ക് ഫോം ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് BW അറിയാലോ, ഭാരത് Web3 അസോസിയേഷൻ ആണ്. Web3 യുണൈറ്റിംഗ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇന്ത്യയിൽ വേണ്ടിയിട്ട്
ഇന്ത്യയിലത്തെ എല്ലാ Web3 മെമ്പേഴ്സും കോർ മെമ്പേഴ്സും കൂടി യുണൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻഡസ്ട്രി, ഒരു മീറ്റിംഗ് കമ്മ്യൂണിറ്റിയാണ്, ഒരു കമ്മിറ്റിയാണ്. സോ അതിലേക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ഫീഡ്ബാക്ക് കൂടി കിട്ടിയിട്ട് ഇഫ് ദേ സെഡ് ഓക്കെ ഇറ്റ് ഈസ് ഓക്കെ ടു റോൾ ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ കമ്മ്യൂണിറ്റിയിലേക്ക് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡയറക്റ്റായിട്ട് അതിനകത്ത് കൊടുക്കാതിരിക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസാണ് നിങ്ങൾ കൊടുക്കണേ. സോ അത് ആ ഓപ്ഷൻസ് ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ പരിഗണിക്കുന്നുണ്ടാവുക. സോ അതാണ് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ ഇൻ പാരലൽ വി ആർ വർക്കിംഗ് ഓൺ വേരിയസ് ഡയറക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് ഈസ് അതെപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. WSRX ഇതിന് മുമ്പും മറ്റേ ബൈനാൻസ് ഇഷ്യൂവിലും ആദ്യം അവരല്ല ഞങ്ങളല്ല എന്നുള്ള തള്ളിക്കളയിൽ അങ്ങനെയും പരിപാടിയാണ്. അതേപോലെ തന്നെയാണ് ഇതും. വലിയൊരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. യൂസേഴ്സിന് ഇത്രയും ദിവസമായിട്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പിന്നെ പലരുടെ ഡൗട്ട് ഇപ്പം എൻ്റെ INR ഉണ്ട്, INR ഉള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നാണ്. അപ്പോൾ INR ഉള്ളപ്പോൾ എന്താ ചെയ്യുക, INR ഒക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അത് ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെന്നറിയില്ല. പക്ഷേ കറന്റ് അറ്റ് ദ മൂമെന്റ് INR ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും ഒരു സാധനം ഡെപ്പോസിറ്റും വിഡ്രോയിലും എനേബിൾഡ് ചെയ്തിട്ടില്ല. സോ അത് എപ്പോൾ അവർ എനേബിൾ ചെയ്തു എന്ന് പറയണം. അപ്പോൾ നിങ്ങളുടെ INR നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് മേ ബി 55 ഫുൾ പേഴ്സൺ മീൻസ് INR ആണെങ്കിൽ ഫുള്ള് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓപ്ഷൻ ഇതിൽ പോളിൽ പറഞ്ഞ പോലെ വെറും INR മാത്രം നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് സെല് ചെയ്യാൻ പറ്റും, മീൻസ് വലിയ ഇതാക്കാൻ പറ്റും. INR എപ്പോഴാണ് നിങ്ങളുടെ ബാലൻസ് വേണ്ടത് വെച്ചാൽ അവർ സ്നാപ്ഷോട്ട് എടുത്ത് 21 ജൂലൈയിലാണെന്നാണ് പറഞ്ഞത്. സോ ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിൽക്കലും വാങ്ങലൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ INR ആണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് പിന്നെ 21 സ്നാപ്ഷോട്ട് എടുക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളിൽ ക്രിപ്റ്റോ ഒന്നും ഇല്ല, പകരം നിങ്ങൾ ഈ INR മാത്രമാണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ INR വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവർ തന്നെ നമുക്കതൊരു എക്സംഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും, INR മാത്രമുള്ളവർ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ക്രിപ്റ്റോ വിഡ്രോയിൽ എത്ര ശതമാനം ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് പോയിട്ടുണ്ട്, ഒരു വ്യക്തത ഇനിയും ക്ലിയർ ആയിട്ട് വരുത്തിയിട്ടില്ല. ട്രാൻസ്പെറൻസി ഭയങ്കര കുറവാണ് ഇവരുടെ ഭാഗത്തുനിന്ന്. എന്തായാലും ഫണ്ട് പോയി. സോ അവരെപ്പോഴാണോ അത് ഈ ഫോമൊക്കെ റോൾ ഔട്ട് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുവരെ നിങ്ങളുടെ ഫണ്ട് ലോക്ക്ഡ് തന്നെ ആയിരിക്കും. ഈവൻ INR ആണെങ്കിൽ ലോക്ക്ഡ് ആയിരിക്കും. ഇവരെപ്പം ഓക്കെ ഇത് നമ്മൾ അംഗീകരിച്ചു, ഇത് നിങ്ങൾക്ക് INR വിഡ്രോ ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് INR വിഡ്രോ ചെയ്യാൻ പറ്റും. സോ അതാണ് WSRXന്റെ ഒരു അപ്ഡേറ്റ്. സോ ഹോപ്പ്ഫുള്ളി ഇതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിയില്ല എന്ന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചാൽ മതി. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ മാക്സിമം പറഞ്ഞുതരാം. എനിക്ക് അറിയുന്നത് പറയാൻ കാരണം പുള്ളിക്കാരൻ പറഞ്ഞത്, ഇവരുടെ ടീം പറയുന്ന കാര്യങ്ങളെ എനിക്കും അറിയുള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ കാര്യങ്ങൾ അറിയില്ല. ബിക്കോസ് ഞാനിപ്പം ആ ഒരു ഇതിനകത്തല്ല വർക്ക് ചെയ്യുന്നത്, മീൻസ് ഈ WSRXും CoinDeceptionത്തും അല്ല. അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ഇൻഫർമേഷൻ ഇപ്പം കിട്ടാനൊരു നോക്കില്ല. കാരണം അവർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും പുറത്തേക്ക് വിടില്ല. കാരണം അത്രയ്ക്കും എന്താ പറയുക ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നടന്നേക്കുന്നത്. സോ അത് പുറത്തേക്ക് വിടില്ല. ഇങ്ങനെ വരുന്ന ന്യൂസസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ മാക്സിമം അത്രയേ ഉള്ളൂ. ഈ രണ്ട് അപ്ഡേറ്റും തരാനായിരുന്നു ഈ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ഇട്ടായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.